ദേവി, അങ്ങ് അവരെ കണ്ടുവോ? ഒരു സന്യാസിയും ഒപ്പം ഒരു മുത്തശ്ശിയും. സന്യാസിയും മുത്തശ്ശിയുമോ? നാം ആരെയും കണ്ടില്ലല്ലോ ദേവി. അയ്യോ, അവരിപ്പോ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വന്നവരാ. പിന്നെ അവരെങ്ങോട്ട് പോയി? ദേവിക്ക് വെറുതെ തോന്നിയതാവും. കൂവളത്തലകൾ ഇവിടെ എങ്ങനെ വന്നു? ദേവി കൊണ്ടിട്ടതാണോ? അല്ല, ഞാനിവിടെ അല്പം മുമ്പ് അടിച്ചു വാരിയതല്ലേ. അപ്പോ കൂവളത്തിന്റെ ഇലകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്താണ് ദേവ? ഇവിടെ കൂവളത്തലകളുടെ സാന്നിധ്യമുണ്ടായപ്പോൾ സന്യാസി വേഷത്തിൽ ഇവിടെ എഴുന്നള്ളി വന്നത് ദേവിക്ക് മനസ്സിലായല്ലേ? ദേവിക്ക് സന്യാസി വേഷത്തിലുള്ള ശങ്കരദർശനം സാധിച്ചിരിക്കുന്നു. സാക്ഷാൽ ശ്രീപരമേശ്വരൻ. സാക്ഷാൽ ശ്രീ പരമേശ്വരനോ? അപ്പോ ആ മുത്തശ്ശി പാർവതി ദേവി ആയിരിക്കുമോ? അല്ല, മായാദേവി. അപ്പോ നമ്മുടെ അമ്പാടി ശിവചൈതന്യത്തിന്റെയും ദേവി ചൈതന്യത്തിന്റെയും ഇരിപ്പിടമാണോ ദേവ? ഇടയ്ക്കിടെ ദാനവന്മാർ വന്ന് ഉൾക്കടലം ഉണ്ടാക്കുമ്പോൾ ഈശ്വരന്മാർ വന്ന് ഉൾപ്പുളകം സമ്മാനിക്കുന്നു. ദേവ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആരാണ്? അവൻ ആരാണെന്ന് പലപ്പോഴും ജ്ഞേയവും ചിലപ്പോൾ അജ്ഞേയവുമാണ്. ഒന്നു മാത്രം ദേവി മനസ്സിലാക്കുക, നമ്മുടെ മകൻ ആരൊക്കെയോ ആണ്. യശോദ നമ്മെ ശരിക്കും ഭയന്നു. ഒടുവിൽ ഭയമെല്ലാം മാറിയല്ലോ. ഇനി സന്യാസിയുടെയും വൃദ്ധയുടെയും രൂപത്തിൽ നമുക്കെപ്പോഴും അമ്പാടിയിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാം. ദേവിക്കറിയോ, നമ്മുടെ ഭക്തനായിരുന്ന ശ്രീകരന്റെ 8ാം ജന്മമാണ് നന്ദഗോപന്റേത്. നമ്മുടെ മറ്റൊരു ഭക്തനായിരുന്ന ചന്ദ്രസേന എന്ന രാജാവ് പണ്ട് മഹാകാള ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ചന്ദ്രസേനൻ ശ്രീകരനെ അനുഗ്രഹിച്ചു. 8ാം ജന്മം ശ്രീകരൻ നന്ദഗോപരായി ജനിക്കുമെന്നും അന്ന് വിരാട് പുരുഷൻ നന്ദഗോപരുടെ പുത്രനായി വന്ന് ഭവിക്കുമെന്നും. അങ്ങനെ 7 ജന്മങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൃഷ്ണൻ അമ്പാടിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ബാലഗോപാലന്റെ ദർശനം സാധ്യമായതിൽ നമുക്കതിയായ സന്തോഷമുണ്ട് ദേവി. ഉണ്ണിക്കണ്ണനെ കാണണമെന്നുള്ള ആഗ്രഹം സഫലമായതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു ദേവ. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കണമെന്ന നിയോഗം വിഷ്ണു ഭഗവാൻ എന്നിലൂടെയാണല്ലോ നടപ്പാക്കിയത്. ആ നിലയ്ക്ക് കംസാന്തകന്റെ പിഞ്ചുമുഖം ദർശിക്കേണ്ടത് എന്റെയും കടമയല്ലേ ദേവ? അതെ, ദേവി ഇടയ്ക്കിടെ വന്ന് കണ്ണനെ കണ്ടിരിക്കണം. നാമും വന്നുകൊള്ളാം. മംഗളം ഭവിക്കട്ടെ.